ഇപ്പം നമുക്ക് ഇപ്പം വണ്ടിയുടെ കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വന്നിട്ട് എല്ലാം കൂടി ഓൾമോസ്റ്റ് ഒരു 2 lakh സംതിങ് കിലോമീറ്റർ ടു കറക്റ്റ് എക്സാക്ട്ലി കിലോമീറ്റർ ആണെങ്കിൽ 2,32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഇത്രയും ഓടിയിട്ടും വണ്ടിയുടെ ഒരു ഓൾ ഓവർ പറയുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വണ്ടി നല്ല എന്താ പറയുക ഹോണ്ടയുടെ വണ്ടിയല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീലുണ്ട് നമുക്ക് ഒരു എന്നുള്ള ആ ഒരു ഫീല് അതൊരു വേറെ ഫീൽ തന്നെയാണ്. പിന്നെ കമ്പനി സർവീസ് എല്ലാം ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് കറക്റ്റ് എഞ്ചിനൊന്നും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, എല്ലാം പക്കയാണ്. ഇപ്പം നിലവിൽ ഇപ്പം കംപ്ലൈൻ്റ് ആയിട്ട് പറയാനുള്ള സസ്പെൻഷൻ ബാക്കിലെ ഓയിൽ സസ്പെൻഷൻ എന്തെങ്കിലും ലീക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ടൈമിംഗ് ചെയ്തൊക്കെ ഞാൻ മാറ്റിയത് 2 lakh ആയപ്പോഴേക്കും 1 lakh നോർമലി എന്തോ മാറ്റേണ്ടതാണ്. പക്ഷേ എനിക്ക് വേറെ എഞ്ചിൻ സൈഡ് ലീക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 lakh ഞാൻ ഇത് ചെയ്തത്, ഓയിൽ ടൈമിംഗ് ചെയ്യാൻ മാറിയത്. പിന്നെ ഞാൻ ടയർ അപ്സൈസ് ചെയ്തായിരുന്നു. ടയർ 175 ടയറാണ്, ഞാനത് 185 ആക്കി. കുറച്ചുകൂടെ നല്ലൊരു റൈഡിങ് കംഫർട്ടെല്ലാം കിട്ടിയായിരുന്നു. പിന്നെ ഇനി എനിക്ക് കുറച്ച് ഒരു മോഡിഫിക്കേഷനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം പുതിയൊരു ഹോണ്ട അമേസിൻ്റെ സീറ്റ്, പിന്നെ ഈ പറഞ്ഞ സ്റ്റിയറിംഗ് വീലൊക്കെ അങ്ങനെ കുറച്ച് ഒരു മോഡ് വന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ ടാക്സി പർപ്പസിന് എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം ബാക്ക് സീറ്റ് കുറച്ചൊരു ഡ്രൈവിംഗ് ഒരു ബേക്കിലിരിക്കുന്ന ആൾക്കാർക്ക് വേറെ വണ്ടി അപേക്ഷിച്ച് കുറച്ചൊത്തി കംഫർട്ട് കുറവാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എല്ലാം ഓക്കെയാണ്. എങ്കിലും എൻ്റെ ഒരു 5 lakh കിലോമീറ്റർ എങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഒരു 7 കൊല്ലമായി. 2014 ഞാൻ വണ്ടി എടുത്തു, 7 കൊല്ലമായി. ഒരു 15 വർഷം കൊണ്ട് ഒരു 5 ലക്ഷം കിലോമീറ്റർ കൂടുതൽ, ഒരു കുറഞ്ഞത് 5 ലക്ഷം കിലോമീറ്റർ എങ്കിലും അച്ചീവ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ മാക്സിമം കറക്റ്റ് കമ്പനി സർവീസ് പ്രോപ്പറായിട്ട് ഞാൻ എല്ലാം 10,000 കിലോമീറ്റർ കൂടുമ്പം കമ്പനി സർവീസ് എല്ലാം കറക്റ്റ് ടൈമിൽ കൊണ്ടുപോയി എല്ലാം ചെയ്യും. ഞാൻ ചെയ്യുന്നത് കാര്യവട്ടത്ത് പെൻസിലർ ഹോണ്ടയിലാണ്, അഡ്വൈസർ നബീലാണ്. പുള്ളി നല്ല സപ്പോർട്ടീവാണ്, നല്ലതായിട്ട് നമുക്ക് ഭയങ്കര കമ്പനിയാണ് ആൾ. വണ്ടി എടുത്ത് ഞാൻ പോയ സമയം തൊട്ട് പരിചയം 7 കൊല്ലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. നല്ലൊരു സാറ്റിസ്ഫൈഡ് ആണ്, സർവീസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെന്താ പറയാൻ, വണ്ടി അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. നമുക്കിപ്പം നല്ലൊരു പെർഫോമൻസ് വരുന്ന വണ്ടിയാണ്. എനിക്ക് നല്ല ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇത്രയും വർഷമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടപ്പെടായിക ഒന്നും വന്നിട്ടില്ല. ഇപ്പം ഞാൻ നോക്കുന്നത് പോലും എൻ്റെ ഒരു ഫാമിലി മെമ്പറിൻ്റെ കണക്കാണ് ഞാൻ ഈ വണ്ടീനെ നോക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറിൻ്റെ അത് കണക്ക് ഞാൻ അതിനെ കെയർ ചെയ്യും. എല്ലാ ദിവസവും രാവിലെ അടിച്ച് ആദ്യം ചെയ്യുന്നത് വെച്ചാൽ വണ്ടി വാഷ് ചെയ്യുക എന്നുള്ളതാണ്. വണ്ടി വാഷ് ചെയ്തിട്ടാണ് പിന്നെ എന്തെങ്കിലും ഈ ഓൺലൈൻ ടാക്സി സർവീസിലോട്ട് പോകുന്നത്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ജോലിയാണ്. ഈ പറഞ്ഞ പുതിയ ആൾക്കാരെ കുറേ മീറ്റ് ചെയ്യുന്നു, പുതിയ സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നല്ലതാണ്, നല്ലൊരു ഇതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. എനിക്കൊരു മൈലേജ് എനിക്കൊരു 20-ന് മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട്. എങ്കിലും ടാക്സി പർപ്പസിന് എല്ലാം ചോദിക്കുന്നുണ്ട്, ഇത് നമുക്ക് ഡിസൈറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് മുതലാവുന്നുണ്ട്. എങ്കിലും എനിക്ക് ഓക്കെയാണ്. ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നതുകൊണ്ടും ഹോണ്ടയുടെ എഞ്ചിനാണ്, നമുക്ക് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു നല്ല ഡ്രൈവിംഗ് ഒരു ഫീൽ കിട്ടുന്നത്. എല്ലാം കൊണ്ടൊക്കെ അടിപൊളിയാണ് എന്തായാലും വണ്ടി എന്ന് പറയാം. പിന്നെ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് വണ്ടി എടുക്കുന്നത് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് അതായത് യൂബർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ നൈറ്റ് ഡ്രൈവറായിട്ട് പോയി. അങ്ങനെ ഒരു 2 months സ്കൂളിൽ ഓടിയപ്പോഴാണ് ഞാനൊരു വണ്ടി എടുത്ത് ഓടിയാലോ എന്നുള്ളൊരു ചിന്ത വന്നാണ് ഞാൻ എടുക്കുന്നത് മുദ്രാലോൺ വഴിയാണ്. അന്ന് ഇത്ര വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ പ്രോജക്റ്റ് അങ്ങനെയുള്ളത് അന്നൊന്നും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് ഞങ്ങളുടെ ആറ്റിങ്ങൽ ISD ബ്രാഞ്ചിൽ ചെന്ന് മാനേജറെ സംസാരിച്ചിട്ട് എനിക്കൊരിതുണ്ട്, കുറച്ചും കൂടെ ഒരു പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നു. എൻ്റെ ഒരു ഇത് ഞാൻ സംസാരിച്ചപ്പോഴേ എനിക്ക് ആൾക്ക് എന്നെ ഓക്കെയാണെന്ന് തോന്നി. എനിക്ക് ലോൺ ഇഷ്യൂ ചെയ്തു. വണ്ടി ഇപ്പോഴും നിലവിൽ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ആപ്പടെ ടയർ അപ്സൈസ് ചെയ്തല്ലാതെ കുറച്ച് കാരണം ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇത്രയും ഇതായപ്പോഴത്തേക്ക് കുറച്ച് ഈ സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെ കുറച്ച് ഇതൊക്കെ വന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ഒരു പുതിയ ഹോണ്ട അമേസിൻ്റെ ആ ഒരു സ്റ്റിയറിംഗ് അപ്ഗ്രേഡ് ചെയ്യാൻ ആരെങ്കിലും ഹോണ്ട അമേസ് എടുക്കാൻ വേണ്ടി പ്ലാനുണ്ട്, യൂസ്ഡ് കാർ എടുക്കാൻ പ്ലാനുണ്ട്. 2013 തൊട്ട് 16 ഒരേ എഞ്ചിൻ തന്നെ വരുന്നത്. കുറച്ച് അതിൻ്റെ മോഡൽസിൽ കുറച്ച് വ്യത്യാസം വന്നേ ഉള്ളൂ. ബാക്കി എഞ്ചിൻ വൈസ് നോക്കണമെങ്കിൽ എല്ലാം ഓക്കെ തന്നെയാണ്. പിന്നെ നോക്കുന്നെങ്കിൽ മെയിനായിട്ട് കമ്പനി സർവീസ്ഡ് ആയിട്ടുള്ള വണ്ടി നോക്കുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഞാൻ ഉപയോഗിച്ച് വെച്ചിട്ട് എനിക്കതേ പറയാൻ പറ്റത്തുള്ളൂ, മറ്റെനിക്കറിയത്തില്ല. കമ്പനി കുറച്ച് ഹിസ്റ്ററിയും എല്ലാം നോക്കുന്ന വണ്ടിയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഡീസൽ വണ്ടി ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. 1 ലക്ഷം ഈ വണ്ടി പോലും 2 ലക്ഷം കിലോമീറ്റർ ഓടും മുന്നേ വരെ എനിക്ക് എൻ്റെ മനസ്സിൽ ഈശ്വരായി 1 ലക്ഷം കഴിയുമ്പോഴേ വണ്ടി മാറ്റേണ്ടി വരും എന്നൊക്കെ എനിക്ക് ചിന്തയായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, വണ്ടി കിടന്ന് ഓടും, പക്കയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ കിലോമീറ്റർ ഒന്നുമില്ല, ജസ്റ്റ് നമ്പർ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രോപ്പർ സർവീസാണ്, എല്ലാം ആണെങ്കിൽ എഞ്ചിൻ കല്ല് കണക്കിരിക്കും, അതിലൊക്കെ ഒരു മാറ്റവും ഇല്ല. പിന്നെ ഈ പറഞ്ഞ നോക്കുക, ഹിസ്റ്ററി നോക്കി എടുക്കുക. ഒരു
ടെക്നീഷ്യനെ കാണിച്ച് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഹോണ്ട ഷോറൂമിൽ കൊണ്ട് കാണിച്ച് അവർ പറഞ്ഞുതരും വണ്ടിയുടെ കണ്ടീഷനെല്ലാം. ഇന്നിപ്പം ഒരു 2016 മോഡൽ ഇതേ ടൈപ്പ് വണ്ടിക്ക് എനിക്കൊരു 4.5 ആ റേഞ്ചൊക്കെയാണ് തോന്നുന്നത്, കറക്റ്റ് അറിയത്തില്ല, ആ റേഞ്ചൊക്കെയാണ് തോന്നുന്നു. വണ്ടി നല്ല വണ്ടിയാണ് കറക്റ്റ്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആറ്റിങ്ങലത്തെ പുതിയ ബൈപ്പാസിലൂടെയാണ്. ഇതാണ് നിങ്ങളിനി കാണാൻ പോകുന്ന പുതിയ ആറ്റിങ്ങൽ ബൈപ്പാസ്. ഇനി ആറ്റിങ്ങലത്തെ തിരക്കെല്ലാം ഒഴിഞ്ഞ് നിങ്ങൾക്ക് സുഖമായിട്ട് ട്രിവാൻഡ്രത്ത് കൊല്ലത്തോടെ യാത്ര ചെയ്യാം. ഏകദേശം പണി ആ കാണുന്നതാണ് ഇപ്പോൾ നിലവിലത്തെ കണ്ടീഷൻ. ഇനി കുറച്ച് 2-3 പാലങ്ങളുടെ പണിയുണ്ട്, അതുകൊണ്ട് കഴിയുമ്പോഴത്തേക്ക് റോഡെല്ലാം അടിപൊളിയാവും. നിങ്ങൾക്ക് പിന്നെ ആറ്റിങ്ങൽ എന്നുള്ള ചിന്തിക്കുമ്പോഴേ നിങ്ങൾക്ക് എല്ലാം മനസ്സിൽ വരുന്ന ഒരു വലിയ ട്രാഫിക് ആയിരിക്കും. കാരണം കഴക്കൂട്ടം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നൊരു ട്രാഫിക് വരുന്ന ആറ്റിങ്ങില്ല, പിന്നെ കൊല്ലം അങ്ങക്കുട്ടി അങ്ങനെയൊക്കെ. ഇപ്പം നിലവിൽ കണ്ടീഷൻ ഇത്രയായി. 2-3 ബ്രിഡ്ജിന്റെ പണിയുണ്ട്, അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങൾക്ക് ഒരു ട്രാഫിക് ഇല്ലാതെ പോകാം. അപ്പം ഇങ്ങനെയാണ് ഈ റോഡ് പോകുന്നത്. കൊല്ലം ഈ വഴിയാണ് പോകാൻ പോകുന്നതാണ് നിലവിലത്തെ കാഴ്ച.